ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ ശേഷം ലോകത്ത് ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഷിയ വിഭാഗമായ അല്ലെങ്കിൽ ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ഇറാൻ എന്നുള്ള രാജ്യം എന്തുകൊണ്ട് സുന്നികളായ ഫലസ്തീനു വേണ്ടി ഇടപെടുന്നു, അല്ലെങ്കിൽ ലോകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളായ ലോകത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന, ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ എന്തുകൊണ്ട് ഒരു ഷിയ വിഭാഗമായ ഇറാൻ എന്നുള്ള രാജ്യവും അവിടുത്തെ ജനതയും രംഗത്ത് വരുന്നു എന്നുള്ള ചോദ്യമാണ് ഈ ഒരു ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പലവിധ ചരിത്രപരമായ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഷിയ വിശ്വാസത്തിൻ്റെ, ഈ ഒരു ഷിയ ധാരയുടെ പ്രധാനപ്പെട്ട അവരുടെ വിഭാഗത്തിൽപ്പെടുത്താവുന്ന അവരുടെ ഫണ്ടമെന്റലിസം എന്ന് പറയാവുന്ന കാര്യമാണ് ഈ ഒരു അതിക്രമം നേരിടുന്ന, ദുരിതം നേരിടുന്ന, അനീതി നേരിടുന്ന ഈ ഒരു വിഭാഗത്തെ, ദുരിതം അനുഭവിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു പരമ്പരാഗത ശൈലിയുടെ ഭാഗമാണ്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സുന്നി ഫലസ്തീനു വേണ്ടി, അല്ലെങ്കിൽ സുന്നികൾ ആയ ഫലസ്തീനികൾക്ക് വേണ്ടി ഇറാൻ എന്നുള്ള ഷിയ രാജ്യവും അതിനെ പിന്തുണക്കുന്ന അവിടുത്തെ സമൂഹവും രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. നേരത്തെ ബോസ്നിയയിൽ സെർബിയയുടെ വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതികൾ ഉണ്ടായപ്പോൾ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി നേരിട്ട് രംഗത്തിറങ്ങിയവരാണ് ഇറാനിലെ ഷിയ വിഭാഗം എന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്ന് ഫലസ്തീനിൽ വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതികൾ നടക്കുമ്പോൾ ആ കൂട്ടക്കുരുതികൾക്കെതിരെ, ഇസ്രായേലിനെതിരെ രംഗത്ത് വരാൻ ഇവർക്ക് സാധിക്കുന്നത്. നേരത്തെ റിസാ ഷാ പഹ്ലവിയുടെ ഈ ഒരു ഏകാധിപത്യ ഭരണത്തിന് ശേഷം ഇറാനിലുണ്ടായ അയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക വിപ്ലവവും ആ വിപ്ലവത്തിന് ശേഷമുണ്ടായ അവരുടെ നിലപാടും എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ഫലസ്തീൻ അനുകൂലവും, ഫലസ്തീന്റെ ചരിത്രപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരണമെന്നും ഫലസ്തീനിയൻ സ്വതന്ത്ര പോരാട്ടത്തെ പിന്തുണക്കണമെന്നും ഫലസ്തീൻ എന്ന വിമോചന രാഷ്ട്രം അവിടെ നിലനിൽക്കണമെന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കണമെന്നാണ് അവരുടെ നിലപാടുണ്ടായിരുന്നത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുകയും ആ രീതിയിൽ ഉപരോധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. വലിയൊരു കാലഘട്ടം 1979 മുതലുള്ള ഈ 2025 എത്തി നിൽക്കുമ്പോൾ ഈ ഒരു വലിയൊരു കാലഘട്ടം ആ രാജ്യത്തെ ഉപരോധത്താൽ അമേരിക്കയും ഇസ്രായേലും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് വരിഞ്ഞു മുറുക്കിയിരുന്നു. കാരണം ഈ ഉപരോധത്തിലൂടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇറാനെ സംബന്ധിച്ചിടത്തോളം അസ്തമിച്ചിരുന്നു എന്ന് പറയാം. അതായത് സ്വന്തം നിലക്ക് അവർ സ്വയം പര്യാപ്തരാവാൻ ഈ ഉപരോധങ്ങൾ കൊണ്ട് സാധിച്ചു എന്ന് വേണമെങ്കിലും ഇതിനെ മറുതലത്തിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇസ്രായേലും അമേരിക്കയും എന്ന ലോകത്തിലെ വൻ ശക്തികൾ സ്വന്തം നിലക്കുള്ള ആയുധങ്ങൾ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് അവരുടെ ആയുധങ്ങൾ എന്നുള്ളത്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മറ്റുള്ള രാജ്യങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതായത് മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഇവരെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ ശക്തി ദൗർബല്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഓരോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പുതിയ തരം കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾ പൂർണ്ണമായിട്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൈമാറുമ്പോൾ അതിൻ്റെ സാങ്കേതികപരമായ മുഴുവൻ കാര്യങ്ങളും ഇവരുടെ അധീനതയിൽ തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവർക്കെതിരെ അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അസാധ്യമായ കാര്യമാണ്. ലോകത്തിലുള്ള ഇവരുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ആളുകൾ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം അവർ എന്ത് ചെയ്യുന്നുവെന്നോ എന്ത് പ്രവർത്തിക്കുന്നുവെന്നോ കൃത്യമായിട്ടുള്ള ധാരണ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല. അവരുടെ സുഹൃത്തുക്കളായ രാജ്യങ്ങൾക്കെതിരെ പോലും പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നുണ്ട്.
ഈ ഒരു GCC എന്ന ഈ ഗൾഫ് കൺട്രീസിൽ മിഡിൽ ഈസ്റ്റിൽ മൊത്തം അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും മിഡിൽ ഈസ്റ്റിന്റെ മൊത്തം സുരക്ഷാ ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അമേരിക്ക ഇത്രയും കാലം അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഒരു ലോക സാഹചര്യത്തിൽ അമേരിക്കൻ വ്യവസ്ഥിതി തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഈ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ചൈനയും റഷ്യയും അടക്കമുള്ള പുതിയ വലിയ ശക്തികളുമായിട്ടുള്ള എൻഗേജ് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ചില കരാറുകൾ ഏർപ്പെടാനും ഈ രാജ്യങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അമേരിക്ക അവരുടെ കയ്യിലുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. പകരം അമേരിക്ക തന്നെ ഇതിന്റെ നിയന്ത്രണം തുടരുന്ന കാഴ്ചയുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സുരക്ഷാ ചുമതല എന്നുള്ളത്, ഗൾഫ് രാഷ്ട്രങ്ങൾ സുസ്ഥിരമായി നടക്കുക എന്നുള്ളത്, അവിടെ സുസ്ഥിരത നിലനിർത്തുക എന്നുള്ളത് അമേരിക്ക കൂടി ആവശ്യമാണ്. അമേരിക്ക ഇവിടങ്ങളിൽ അവരുടെ സൈനിക താവളങ്ങളും സൈനിക ബേസ് ക്യാമ്പുകളും സ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വ്യാപാര മേഖലയിലടക്കം അവരുടേതായ മുഴുവൻ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയും ആ ഇടപെടലിൽ മൂലം വലിയ രീതിയിലുള്ള സഹായങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇതിൽ നിന്നും വിഭിന്നമായ ഒരു ശക്തിയായി മറുഭാഗത്ത് വളർന്നു വരുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ, മറ്റു അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക്, അവരുടെ പ്രതിരോധ മേഖലകൾക്ക് ഒരു രീതിയിലുള്ള സഹായങ്ങളും കിട്ടരുത് എന്നുള്ള രീതിയിൽ അമേരിക്കയും ഇസ്രായേലും മറ്റുള്ള അവരുടെ അലയായി പ്രവർത്തിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ശ്രമിച്ചപ്പോൾ അവർ സ്വന്തം നിലക്ക് അവരുടേതായ രീതിയിൽ അവരുടെ ഏറ്റവും കഴിവുള്ള ശാസ്ത്രജ്ഞരെ ഉപയോഗിച്ച് സ്വന്തം നിലക്ക് അവർ ആയുധങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരുടേതായ രീതിയിലുള്ള വ്യാപാര മേഖല ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരം നടത്തി. അതുകൂടാതെ തന്നെ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും ഈ ഒരു മിഡിൽ ഈസ്റ്റ് എന്നുള്ള ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ മേഖലയിൽ അവരുടേതായ ശക്തി ഉയർത്തിക്കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. അതുകൂടാതെ തന്നെ അവരുടെ വിഭാഗമായി പ്രവർത്തിക്കുന്ന പല രീതിയിലുള്ള വിഭാഗങ്ങളെ പരിശീലിപ്പിക്കാനും അവർക്ക് അനിവാര്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഇറാനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. നേരത്തെ ഇറാഖിലുള്ള അൽ ബദർ അടക്കമുള്ള അല്ലെങ്കിൽ ലബനൻ അടക്കമുള്ള ഹിസ്ബുള്ള അടക്കമുള്ള സംഘങ്ങൾ, അത്തരം സംഘങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നത് ഈ ഒരു മേഖലയിലുള്ള ഇറാനിയൻ കാഴ്ചപ്പാടുകളുടെ ബാക്കി പത്രമാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുന്നിടത്ത് നിർത്താൻ തങ്ങൾക്ക് കഴിയില്ല എന്നും തങ്ങളുടേതായ രീതിയിൽ ഈ ഒരു ആശയ പരിസരം ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടേതായ രീതിയിൽ ഉയർന്നു വരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇറാൻ എന്നുള്ള രാജ്യം തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് അതിൻ്റെതായ വില ലോകത്ത് നൽകേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കൻ ഇസ്രായേലി വ്യവസ്ഥിതിയെ അംഗീകരിക്കാത്തത് കൊണ്ട്, അതിനെ എതിർത്തത് കൊണ്ട്, അതിനെ മറികടന്നുള്ള പുതിയൊരു സംവിധാനം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് കൊണ്ട് അവരുടെ പല ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്താൻ മൊസാദിന് കഴിഞ്ഞിട്ടുണ്ട്. മൊസാദ് കൊലപ്പെടുത്തിയിട്ടുണ്ട്. പല രീതിയിലുള്ള അവരെ സൈനിക കമാൻഡർമാരടക്കം, സൈനിക ജനറലായ ഈ ഒരു ആളെ അടക്കം, അങ്ങനെയുള്ള പല മേധാവികളെയും, ഖാസിം സുലൈമാനി എന്ന അവരുടെ ഏറ്റവും വലിയ സൈനിക ജനറലെ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ആളുകളെ പോലും അവർക്ക് ഈ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ നഷ്ടങ്ങൾ ഈ ഒരു മേഖലയിൽ സഹിച്ച രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. പക്ഷേ ഈ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അവരെ പിന്നോട്ടടിപ്പിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അവരുടെ ഫണ്ടമെന്റലിസമായി തന്നെ നിലനിൽക്കുന്ന ആ ഒരു കാര്യമായ ഈ പ്രതിരോധം എന്നുള്ളത്, അല്ലെങ്കിൽ ദുർബലത അനുഭവിക്കുന്ന, യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുകയും അവരെ കൂട്ടിച്ചേർക്കുകയും അവരെ ഒന്നിച്ചു നിർത്തുകയും ചെയ്യുന്ന അവരുടെ സമീപന രീതിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയായിട്ടുള്ളത്. അവർ ഈ ആശയത്തിൽ നിന്നും ആശയത്തിൽ തന്നെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത്. മറുഭാഗത്ത് സുന്നി മേഖലകളിൽ നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് ഷിയ വിഭാഗത്തിന്റെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇറാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിലുള്ള സുന്നി വിഭാഗങ്ങളെ ഷിയായിസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ നടത്താറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫലസ്തീന് കൊടുക്കുന്ന പിന്തുണയും അല്ലെങ്കിൽ ഈ ഒരു സ്വതന്ത്ര പോരാട്ടങ്ങൾക്ക് കൊടുക്കുന്ന പിന്തുണയും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളതല്ല.
ഈ രീതിയിലുള്ള ഏതെങ്കിലും പിന്തുണ കൊണ്ട് അവർക്ക് ഫലസ്തീനിലോ അല്ലെങ്കിൽ ഗസയിലോ മറ്റുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിലോ അവരുടെ ആശയ പരിസരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ദുർബലത അനുഭവിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും പിന്തുണക്കാൻ അവർക്ക് എല്ലാ സമയത്തും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നേരത്തെ ഉണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് ഹിസ്ബുള്ളയുടെ മേധാവിയായി ഹസൻ നസ്രുള്ള ഉണ്ടായിരുന്നപ്പോൾ ഹസൻ നസ്രുള്ള പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അത് ഫലസ്തീനിയൻ വിമോചന പോരാട്ടത്തിന്റെ ഗസയിലുള്ള സമാധാനം ഉറപ്പിക്കലിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറൂ എന്നോ അല്ലാത്തിടത്തോളം തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ്. പക്ഷെ ഹസൻ നസ്രുള്ള രക്തസാക്ഷിയായതിനു ശേഷം അവിടെയുണ്ടായ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവിടെയുണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പക്ഷെ അവിടെ ഹിസ്ബുള്ളയ്ക്ക് അവരുടെ നയങ്ങൾ മാറ്റേണ്ടി വന്നു. ഹിസ്ബുള്ള അവിടെ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് ഇസ്രായേലുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ തയ്യാറായി. പക്ഷെ അപ്പോഴും ഗസയുടെ പ്രശ്നം ഒരു ഭാഗത്ത് ബാക്കിയുണ്ടായിരുന്നു. എങ്കിൽ പോലും ഗസയിൽ ഹമാസിനുണ്ടായ നഷ്ടങ്ങളോടൊപ്പം തന്നെ അത്രയും വലിയ നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവരുടെ ഏറ്റവും സുപ്രധാനമായ നേതൃത്വമായിരുന്ന കഴിഞ്ഞ 30 വർഷത്തോളം അവരെ നയിച്ചുകൊണ്ടിരുന്ന അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹസൻ നസ്രുള്ളയെ അടക്കം അവർക്ക് നഷ്ടപ്പെട്ട ഒരു പോരാട്ടമായിരുന്നു അത് എന്നുള്ളത്. ഇങ്ങനെ വിവിധ ശ്രേണികളിലുള്ള ഈ ഒരു വിഭാഗങ്ങളൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഈ വിഭാഗങ്ങളൊക്കെ ഷിയ വിശ്വാസധാരയെ പിന്തുണക്കുന്നവരും ആ വിശ്വാസധാര ഉൾക്കൊള്ളുന്നവരും ആണ് എന്നായിരുന്നു. അതായത് ഇസ്ലാമിലെ രണ്ട് പ്രബല വിഭാഗമായ മുസ്ലിങ്ങളിലെ രണ്ട് പ്രബല വിഭാഗങ്ങളായ സുന്നി വിഭാഗവും ഷിയ വിഭാഗവും. സുന്നി വിഭാഗവുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എങ്കിൽ പോലും ഷിയ വിഭാഗം ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഈ ന്യൂനപക്ഷ വിഭാഗമായിട്ട് പോലും കൃത്യമായിട്ട് ഈ ഒരു പോരാട്ട മേഖലയിൽ ഹമാസിനെയോ അല്ലെങ്കിൽ ഫലസ്തീനിയൻ ജനതയെയോ പൂർണ്ണമായിട്ടും പിന്തുണക്കുകയും ആ പിന്തുണച്ചതിന്റെ പേരിൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് സത്യത്തിൽ ഇവർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രപരമായ ഈ പീഡനം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ദുർബല വിഭാഗത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ള അവരുടെ പൂർവകാല ചരിത്ര പശ്ചാത്തലത്തിൽ കൂടി അവരുടെ മുൻകാല നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ആ ഒരു പാത തന്നെയാണ് നിലവിലും ഇറാൻ എന്നുള്ള രാജ്യവും അവിടുത്തെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് കൂടിയായ ആയത്തുള്ള അലി ഖമേനി അടക്കമുള്ള നേതാക്കന്മാരും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നതെന്നും ഈ ഒരു പോരാട്ട മേഖലയിൽ അവരുടെ കൂടെ നിൽക്കാൻ അവരെ പിന്തുണക്കുന്ന മുഴുവൻ രാജ്യങ്ങളിലുമുള്ള ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യമുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്നും ഈ ഫലസ്തീനിയൻ വിമോചന പോരാട്ടത്തെ അല്ലെങ്കിൽ ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നയവും സമീപനവുമായിരിക്കും തുടർന്നും ഇറാൻ എന്നുള്ള രാജ്യം സ്വീകരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.